ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള സീരീസിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കേരള PSC അടക്കം UPSC അടക്കം എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ വർഷം പ്രതീക്ഷിക്കേണ്ട ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം. എന്തുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം ഈ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആസ് ദ ഇയർ 2024 marks the centenary of the Vaikam Satyagraha. Chief Minister of Kerala and Tamil Nadu jointly inaugurated the centenary celebrations. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത്തെ വാർഷികമാണ്, 100 years ആവുകയാണ്. അപ്പം 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഈ 100ാമത്തെ വാർഷികം സെന്റിനറി ആണ് ഇപ്പോൾ ആഘോഷിക്കപ്പെട്ടത്. സെന്റിനറി സെലിബ്രേഷൻസ് ജോയിന്റ്ലി ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാണ് പിണറായി വിജയനും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയും ചേർന്ന്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു ഈ വർഷം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക്. ഇനി നമുക്ക് വൈക്കം സത്യാഗ്രഹത്തിനെ സംബന്ധിക്കുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വൈക്കം സത്യാഗ്രഹ ഫ്രം 30th March 1924 to 23rd November 1925. 1924 മാർച്ച് 30 ആരംഭിച്ച് 1925 നവംബർ 23 വരെ നീണ്ടുനിന്ന ഒരു നോൺ വയലന്റ് സത്യാഗ്രഹം സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ നോൺ വയലന്റ് അജിറ്റേഷൻ ഫോർ ദ ആക്സസ് ടു ദ prohibited public environs of the Vaikam temple in the kingdom of Travancore. ബ്രിട്ടീഷ് ഭരണകാലഘട്ടമാണ്, നമുക്കറിയാം. 1947 മുൻപ് വരെ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്, അതായത് ബ്രിട്ടന്റെ അലയായിട്ടുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് നാട്ടുരാജ്യമായിരുന്നു ട്രാവൻകൂർ. ട്രാവൻകൂറിന്റെ പാർട്ടായിരുന്നു അന്ന് വൈക്കം എന്ന് പറയുന്ന പ്രദേശവും. The kingdom of Travancore was known for its rigid and oppressive caste system. അപ്പം നമ്മുടെ ട്രാവൻകൂർ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ട്രാവൻകൂറിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇറ്റ് വാസ് ഫേമസ് ഓർ നൊട്ടോറിയസ് എന്ന് വേണേൽ പറയാം ഫോർ ഇറ്റ്സ് റിജിഡ് ആൻഡ് ഒപ്രസീവ് കാസ്റ്റ് സിസ്റ്റം. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നോട്ട് ചെയ്യപ്പെട്ട ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് കൂടിയാണ് നമ്മുടെ ട്രാവൻകൂർ എന്ന് പറയുന്നത്. അപ്പൊ ട്രാവൻകൂർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റിൽ വരുന്ന വൈക്കം ടെമ്പിളിലും അതിൻ്റെ ചുറ്റുപാടിലുമുള്ള റോഡിലും അതിന് ചുറ്റിലുമുള്ള ഇന്ന് നമ്മൾ കാണുന്ന കിഴക്കേ നടയിലും വടക്കേ നടയിലും പടിഞ്ഞാറ് നടയിലും തെക്കേ നടയിലുമുള്ള ആ റോഡുകളിൽ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെ ലോവർ കാസ്റ്റ് ആളുകൾക്ക്, ഈഴവ കമ്മ്യൂണിറ്റി തൊട്ട് പിന്നീട് അങ്ങോട്ട് താഴോട്ട് SC/ST കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ റോഡുകളിൽ നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. റോഡിലേക്ക്, അമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശനമില്ല, അമ്പലത്തിന്റെ ചുറ്റിലുമുള്ള ആ റോഡുകളിൽ പോലും അവർക്ക് നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെതിരെയാണ് ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന സത്യാഗ്രഹം നടന്നത്. ദ ക്യാമ്പയിൻ വാസ് ലെഡ് ബൈ കോൺഗ്രസ് ലീഡേഴ്സ് ലൈക്ക് TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ എക്സെട്ര. ആൻഡ് ദ അതർ നോട്ടബിൾ ലീഡേഴ്സ് ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ക്യാമ്പയിൻ ഇൻക്ലൂഡ് ജോർജ് ജോസഫ്, EV രാമസ്വാമി, പെരിയാർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് TK മാധവനും K കേളപ്പനും KP കേശവമേനോനും തന്നെയാണ്. അന്നത്തെ കോൺഗ്രസ് നേതാക്കളായിരുന്നു അവര്. അപ്പോ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം ടെമ്പിളിലും അതിന്റെ ചുറ്റുപാടിലുമുള്ള റോഡുകളിലേക്ക് ആളുകൾക്ക് ആക്സസ് കൊടുത്തിരുന്നില്ല. ആ ഒരു പ്രൊഹിബിറ്റഡ് പബ്ലിക് എൻവയോൺമെന്റിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നടന്ന സത്യാഗ്രഹമാണ്. ഇതൊരു വയലന്റ് സത്യാഗ്രഹമല്ല, നോൺ വയലന്റ് ആണ്. വയലൻസ് ഇല്ല, അഹിംസ, ഗാന്ധിജിയുടെയൊക്കെ ഒരു മാർഗം നോൺ വയലന്റ് സത്യാഗ്രഹമായിരുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി നമുക്കറിയാം, ഞാൻ പറഞ്ഞു, ഈ ട്രാവൻകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം അവിടുത്തെ റിജിഡ് ആൻഡ് ഒപ്രസീവ് കാസ്റ്റ് സിസ്റ്റം കൊണ്ട് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒന്നായിരുന്നു ആ കാലഘട്ടത്തിൽ. മോസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് ടെമ്പിൾസ് ഇൻ ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ had for years forbidden lower caste or untouchables not just from entering
ബട്ട് ആൾസോ ഫ്രം വാക്കിംഗ് ഓൺ ദ സറൗണ്ടിങ് റോഡ്സ്. നമ്മുടെ വൈക്കം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ വൈക്കം ടെമ്പിൾ പോലെ തന്നെ ഈ ട്രാവൻകൂറിന്റെ കീഴിലുള്ള പല ടെമ്പിളുകളിലും അന്ന് സാധാരണക്കാരായ കീഴ് ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ സറൗണ്ടിങ്സിലുള്ള റോഡുകളിലൂടെ നടക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈക്കത്തെ സമാനമായ സ്ഥിതി മറ്റ് പല ക്ഷേത്രങ്ങളിലും അന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ട്രാവൻകൂർ ഭരണകൂടത്തിനെതിരെ ആ ഒരു ഒപ്രസീവ് കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ ഒരു സത്യാഗ്രഹം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് നമുക്കറിയാം, ദ അജിറ്റേഷൻ വാസ് കൺസീവ്ഡ് ബൈ ദ കോൺഗ്രസ് ലീഡർ ആൻഡ് എ ഫോളോവർ ഓഫ് ശ്രീനാരായണ ഗുരു ടി കെ മാധവൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടി കെ മാധവനും കെ കേളപ്പനും ഒക്കെ ഇതിന്റെ നേതാക്കൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു തുടക്കകാരൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യനും അതുപോലെ തന്നെ അന്നത്തെ കേരളത്തിൽ അറിയപ്പെടുന്ന ഈഴവ കോൺഗ്രസ് ലീഡറുമായ ടി കെ മാധവനാണ് ശരിക്കും പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സത്യാഗ്രഹ or the people participated in the satyagraha demanded the right of the Eravas and untouchables to use the roads around the Vaikam temple. അപ്പോൾ ഈ സത്യാഗ്രഹികളുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈഴവ കമ്മ്യൂണിറ്റിയിലും മറ്റ് SC/ST കമ്മ്യൂണിറ്റിയിലും പെടുന്ന ആളുകൾക്ക് വൈക്കം ടെമ്പിൾസിന്റെ ചുറ്റിലുമുള്ള റോഡുകളിൽ ആക്സസ് കിട്ടുക എന്നുള്ളതായിരുന്നു, അല്ലെ റോഡ് ഉപയോഗിക്കാനുള്ള അവകാശം കിട്ടുക എന്നുള്ളതായിരുന്നു ഈ സത്യാഗ്രഹ സമരത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സത്യാഗ്രഹ സമരത്തിന്റെ മറ്റൊരു പ്രത്യേകത, മഹാത്മാഗാന്ധി ഹിംസെൽഫ് വിസിറ്റഡ് വൈക്കം ഇൻ മാർച്ച് 1925. ഈ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി നേരിട്ട് വൈക്കത്തേക്ക് വരികയാണ്. 1925 മാർച്ചിൽ മഹാത്മാഗാന്ധി ഇങ്ങോട്ട് എത്തുകയാണ്. അപ്പൊ മഹാത്മാഗാന്ധി എത്തുന്നതിന് മുൻപ് തന്നെ ഇവഞ്ച്വലി നമ്മുടെ ട്രാവൻകൂർ ഭരണകൂടം ഈ സത്യാഗ്രഹ സമരത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ടെമ്പിൾ എൻട്രി ആയിരുന്നില്ല. ടെമ്പിളിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ആ വഴികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് വെസ്റ്റ് ഗേറ്റും ഈസ്റ്റ് ഗേറ്റും നോർത്ത് ഗേറ്റും സൗത്ത് ഗേറ്റും ഒക്കെയുള്ള ആ വഴികൾ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാവൻകൂർ ഗവൺമെന്റ് ഇവഞ്ച്വലി പാരലൽ റോഡുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഇതിനെ തടയാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ അതെല്ലാം നടക്കുന്ന സമയത്താണ് മഹാത്മാഗാന്ധിയുടെ ഈ ഒരു വിസിറ്റ് ഉണ്ടാകുന്നത്. And after the intervention of Mahatma Gandhi, a compromise was reached with the regent Sethu Lakshmi Bai. അപ്പോൾ അന്നത്തെ ട്രാവൻകൂർ ഭരണാധിപതിയായിരുന്ന, റീജന്റ് ആയിട്ട് ഭരണം നടത്തിയിരുന്ന സേതു ലക്ഷ്മി ബായിയും ഈ പറയുന്ന സത്യാഗ്രഹികളുമായിട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാവുകയാണ്. ആസ് പെർ ദ കോംപ്രമൈസ്, ഷീ റിലീസ്ഡ് ഓൾ ദോസ് അറസ്റ്റഡ് ആൻഡ് ഓപ്പൺ ദ നോർത്ത്, സൗത്ത് ആൻഡ് വെസ്റ്റ് gate to west public roads leading to Vaikam Mahadeva temple to all caste. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വൈക്കം ടെമ്പിളിന്റെ 4 ദിക്കുകളിലുമുള്ള റോഡുകളിൽ, നോർത്തും സൗത്തും വെസ്റ്റുമുള്ള പബ്ലിക് റോഡുകൾ എല്ലാ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ബട്ട് ഷീ റെഫ്യൂസ്ഡ് ടു ഓപ്പൺ ദ ഈസ്റ്റേൺ റോഡ്. കിഴക്കേ നട തുറന്നു കൊടുത്തില്ല. കിഴക്കേ ഗേറ്റ്, ഈസ്റ്റേൺ ഗേറ്റും ഈസ്റ്റേൺ റോഡും അദ്ദേഹം തുറന്നു കൊടുത്തില്ല. ആര്? റീജന്റ് സേതു ലക്ഷ്മി ബായി. അപ്പൊ മഹാത്മാഗാന്ധിയുടെ ഒരു ഇന്റർവെൻഷൻ കൊണ്ട് അന്നത്തെ ട്രാവൻകൂർ ഭരണാധിപതിയായിരുന്ന റീജന്റ് സേതു ലക്ഷ്മി ബായി ഒരു കോംപ്രമൈസിലേക്ക് എത്തി. പക്ഷെ ആ കോംപ്രമൈസിൽ ഈസ്റ്റ് ഗേറ്റ് ഒഴിച്ച്, കിഴക്കേ നട ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള റോഡുകളിലൂടെ ആളുകൾക്ക് നടക്കാനായിട്ടുള്ള പെർമിഷൻ അവർ ഗ്രാന്റ് ചെയ്തു. പക്ഷേ ഈ ഒരു കോംപ്രമൈസിനെ ക്രിട്ടിസൈസ് ചെയ്ത ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് EV രാമസ്വാമി അയ്യർ, അല്ലെങ്കിൽ നമ്മുടെ പെരിയോർ എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത കുറെ ആളുകൾ ഈ ഒരു കോംപ്രമൈസിനെ എതിർത്തു. അതായത് ഈസ്റ്റ് ഗേറ്റ് അടക്കം തുറന്നു കിട്ടണമെന്ന് തന്നെയായിരുന്നു അവരുടെ ഡിമാൻഡ്. പക്ഷേ അത് നടന്നില്ല. അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ. റീജന്റ് ആയിരുന്ന സേതു ലക്ഷ്മി ബായി ഈസ്റ്റേൺ ഗേറ്റ് ഓപ്പൺ ചെയ്തു തരാനായിട്ട് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ കിഴക്കേ നടയിലൂടെയുള്ള റോഡ് തുറന്നു തരാനായിട്ട് തയ്യാറായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് only in 1936 പ്രത്യേകത അറിയാം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടന്ന വർഷമാണ്. അപ്പൊ ഈ ഒരു വർഷവും ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനും ഒക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷന് ശേഷം, ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം, വാസ് അക്സസ് ടു ദ ഈസ്റ്റേൺ റോഡ് ആൻഡ് എൻട്രി ഇൻ ടു ദ ടെമ്പിൾ അലൗഡ് ടു ദ ലോവർ കാസ്റ്റ്. അപ്പോൾ 1924 ആരംഭിച്ച് 25 അവസാനിച്ച
വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഈസ്റ്റേൺ ഗേറ്റ് ഒഴിച്ച് ബാക്കി 3 ഗേറ്റുകളും അവിടെയുള്ള റോഡുകളുമാണ് ആക്സസ് ചെയ്യാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം മാത്രമാണ് കംപ്ലീറ്റ്ലി ഇന്ന് വൈക്കം മഹാദേവ ടെമ്പിളിന്റെ ചുറ്റിലും കാണുന്ന എല്ലാ റോഡുകളിലേക്കും എല്ലാ ആളുകൾക്കും ആക്സസ് കിട്ടുന്നത് 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ഈ വർഷം ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം അതിൻ്റെ 100ാം വാർഷികത്തിലെത്തി നിൽക്കുമ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും നിങ്ങൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.